പ്രമേയം വളരെ കോമഡിയാണ് സർ. യഥാർത്ഥത്തിൽ സ്ഥലം മാറ്റത്തെക്കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എത്ര പേരെയാണ് പിൻവാതിലിലൂടെ തള്ളിക്കയറ്റിയത് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു സർ. നിങ്ങൾ പിൻവാതിലിലൂടെ തള്ളിക്കയറ്റിയവരെ എല്ലാം മുൻവാതിലിലൂടെ ഞങ്ങൾ കൈകൊടുത്ത് തിരിച്ചയക്കും എന്നതാണ് ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. 10 വർഷം നിങ്ങൾ തകരാറിലാക്കിയ സിസ്റ്റത്തെ മുഴുവനും നേരെയാക്കാനാണ് സർ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകിയത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം സർ. UDF അധികാരത്തിൽ വന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളാണ് സർ. നിങ്ങൾ അവരുടെ സാന്നിധ്യം കണ്ടോ? നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇവിടെ ഇതാ ഈ സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലും മന്ത്രിമാരുടെ ഓഫീസുകളിൽ സർ അവർ വരട്ടെ സർ. ഈ കൊടിവെച്ച കാറും മന്ത്രി ഓഫീസും മന്ത്രി മന്ദിരങ്ങളും എല്ലാം അവരുടേതാണ് സർ. ഇത് തെളിയാൻ പോകുന്ന ഒരു കാലത്തെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മുമ്പ് മഹാത്മജി പറഞ്ഞ ഒരു കഥയുണ്ട്. സബർമതി ആശ്രമത്തിലേക്ക് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ വന്ന് ഒരുപാട് നേരം ഗാന്ധിജിയെ കാത്തിരിക്കുകയാണ്. സമയത്തൊന്നും ഗാന്ധിജി പുറത്തേക്ക് വരുന്നില്ല. ആ സമയത്ത് ഗാന്ധിജി അകത്ത് വളരെ പാവപ്പെട്ടവരായ ഗ്രാമീണരായ ആളുകൾ അതിർത്തിയിലുണ്ടായ പശു അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയ പ്രശ്നം ചർച്ച ചെയ്യായിരുന്നു സർ. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഗാന്ധിജി വരാതെയായപ്പോ മൗണ്ട് ബാറ്റൻ കുറച്ച് വിഷമമൊക്കെ അറിയിച്ച് അവിടുത്തെ ഒരു ദൂതനോട് പറഞ്ഞയച്ചു. പക്ഷെ ഗാന്ധിജി വന്നില്ല സർ. ഗാന്ധിജി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്ന് മൗണ്ട് ബാറ്റൻ വളരെ രോഷാകുലനായി ഗാന്ധിജിയോട് ചോദിച്ചു, ഡു യു നോട്ട് ദെൻ റിമെമ്പർ മീ? ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആ സമയത്ത് ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഇന്ത്യ നിങ്ങളുടേതായിരിക്കാം, പക്ഷേ ഈ രാജ്യം ഇവരുടേതാണ് സർ, ഈ ജനങ്ങളുടേതാണ് സർ. കേരളം എന്ന് തെളിയിച്ച നാളുകളാണ് കടന്നുപോയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ അവരുടെ ഈ അവകാശങ്ങളെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-കാരെ നിങ്ങൾ മറന്നുപോയത് ആ ജനങ്ങളെയാണ്. അധികാരത്തിന്റെ പളവളപ്പിൽ നിങ്ങൾ കാണാതെ പോയത് ആ മനുഷ്യരെയാണ്. ഈ കഴിഞ്ഞ 10 വർഷം ഈച്ച പറക്കാത്ത സെക്രട്ടേറിയറ്റ് ആയിരുന്നു സർ. ഈ കാലങ്ങളൊക്കെ മന്ത്രിമാരുടെ ഓഫീസുകൾ കാലിയായിരുന്നു സർ. അവിടെ ജനങ്ങളിലായിരുന്നു. ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയായിരുന്നു സർ അവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. നിങ്ങൾ ബാരിക്കേഡ് കെട്ടിയത് ജനങ്ങൾക്ക് മുമ്പിലാണ്. ഞങ്ങളിതാ ആ ബാരിക്കേഡുകൾ പൊളിച്ചിരിക്കുന്നു സർ. ജനങ്ങൾ കയറട്ടെ സർ. ഇപ്പൊ നമ്മുടെ ക്യാൻറ്റീനിൽ പോലും വലിയ തിരക്കാണ്. മനുഷ്യന്മാർ കയറിയാണ്. അവരുടെ നിയമസഭ അവര് കാണട്ടെ സർ. നിങ്ങൾ മറന്നവരെ ഓർത്തുകൊണ്ടാണ് സർ ഞങ്ങൾ ഭരണം തുടങ്ങിയത്. നിങ്ങൾ മറന്ന ആശാ വർക്കർമാരെ ഞങ്ങൾ ഓർത്തു. നിങ്ങൾ മറന്ന അംഗൻവാടി വർക്കർമാരെ ഞങ്ങൾ ഓർത്തു. നിങ്ങൾ മറന്ന പ്രായമുള്ളവരെ ഞങ്ങൾ ഓർത്തു. അവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി സർ. നിങ്ങൾ മറന്ന സ്ത്രീകളെ ഞങ്ങൾ ഓർത്തു. നിങ്ങൾ മറന്ന യുവാക്കളെയും കുട്ടികളെയും ഞങ്ങൾ ഓർത്തു. നിങ്ങൾ 10 കൊല്ലം തറയിൽ കിടത്തിയ രോഗികളെ ഇതാ ഈ ഇരിക്കുന്ന ആരോഗ്യമന്ത്രി ഓർത്തു. അദ്ദേഹം ബെഡിലേക്ക് കടത്താൻ പോവാണ്. എല്ലാവരെയും ഞങ്ങൾ ഓർത്തു. നിങ്ങൾ ആരെയും കണ്ടില്ല സർ. നിങ്ങൾ ആരെയും കണ്ടില്ല. എന്തൊരു സൗന്ദര്യമാണ് സർ ഈ നയപ്രഖ്യാപനം. പെരിന്തൽമണ്ണയുടെ MLA ശ്രീ നജീബ് കാന്തപുരത്തിന്റെ സംസാരമാണ്. കുറച്ചധികമുണ്ട്, പൂർണ്ണമായിട്ട് കേൾപ്പിക്കാൻ വഴിയില്ല, അതുകൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ട് തുടങ്ങിയത് തന്നെ തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിൽ കളിയാക്കിയ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പിടിച്ചു കൊണ്ടുവന്ന് ഇപ്പുറത്തിരുത്തി നിൽക്കാനും ഇരിക്കാനും കിടക്കാനും കഴിയാത്ത അവസ്ഥയിൽ മൂലക്കുരുവിൻ്റെ അസ്ഥിതയുള്ള വ്യക്തി എങ്ങനെയാണോ ഒരു കസേരയിൽ ഇരിക്കുന്നത്, അത്രമാത്രം കഷ്ടപ്പെട്ട് ആ കസേരയിൽ ഇരിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയനെ എത്തിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കീറിയിട്ട് ഭിത്തിയിലൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നിയമസഭക്കകത്ത് നിന്ന്. വളരെ കൃത്യമായിട്ട് നജീബ് കാന്തപുരമാകട്ടെ UDF-ന്റെ MLA-മാരാകട്ടെ ആരുമാകട്ടെ വളരെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പഠിച്ച് വന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം വളരെ കൃത്യമായിട്ട് അവരെല്ലാം ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഷാജി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന VP അബ്ദുൾ റഷീദിനെ വിളിച്ചുകൊണ്ട്, റഷീദേ നീ എന്താണ് കാണിക്കുന്നത്?
പിണറായി വിജയനെ നമുക്ക് നിയമസഭയിൽ കിട്ടണം എന്ന് ഷാജി അന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോ ഷാജി ആ പറഞ്ഞതിനെയൊക്കെ UDF അംഗങ്ങൾ ഇങ്ങനെ പ്രാവർത്തികമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഒരു 4 കസേരകളുടെ ഗ്യാപ്പേ ഉള്ളൂ പിണറായി വിജയനും മുഖ്യമന്ത്രി VD സതീശനും തമ്മിലുള്ള കസേരകൾക്ക് തമ്മിലുള്ള അകച്ച. എഴുന്നേറ്റ് നിന്നാൽ മുഖത്തോട് മുഖമാണ്. കാരണം ഈ സീറ്റിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു U ഷേപ്പിലാണ്, ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത് കസേരകളുടെ ആ ഒരു മറ്റേ ഇങ്ങനെ നേരെ കസേരയിലിട്ടിരിക്കുന്നത്, ഇങ്ങനെ വളഞ്ഞിട്ടാണ് കസേരകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ സതീശൻ എഴുന്നേറ്റ് നിന്നാൽ പിണറായി വിജയനെ കാണാം. അപ്പൊ മുഖത്ത് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ ശിവൻകുട്ടിക്ക് ആകെയുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്ന ഒരു സങ്കടം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി കൈ ചൂണ്ടി സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ സംസാരം ഇപ്പോഴും തുടരുകയാ എന്ന് മാത്രമല്ല ഇങ്ങനെ വലിച്ചിങ്ങോട്ട് കീറുകയാണ്. മനസ്സിലായില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം അധികാരം ലഭിച്ചതിൻ്റെ ഒരു ഹുങ്കിലും ധാർഷ്ട്യത്തിലും പിന്നെ കുറെ വാഴ്ത്തുപാട്ടുകാരും സ്തുതിപാഠകരും ചുറ്റിലും ഇങ്ങനെ നിന്ന് അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിലങ്ങനെ മതിമറന്ന പിണറായി വിജയൻ നെയ്മീനും കഴിച്ച് ഭക്ഷണം വേണ്ടുവോളം കഴിച്ച്, കാരണം എവിടുന്ന ഖജനാവിൽ നിന്നാണ് ഭക്ഷണം, നെയ്മീനും കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ജനങ്ങൾ ഉണ്ടായിരുന്നില്ല, ജനങ്ങളെ കണ്ടതുമില്ല. ജനങ്ങൾ കണ്ടപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ മാറി നിൽക്കുക അങ്ങോട്ട്. ഫോണുകളൊക്കെ തട്ടിത്തെറിപ്പിച്ച് ധാർഷ്ട്യത്തിൻ്റെയും ഹുങ്കിൻ്റെയും ഭാഷയായിരുന്നു. CMA ഒരു ചോദ്യമുണ്ടെന്ന് സഖാവ് പറഞ്ഞപ്പോൾ നീ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് തലമുതിർന്ന സഖാവ് മറുപടി പറഞ്ഞു. ആ ജനം പിണറായി വിജയനോട് പറഞ്ഞു, നീ ഇനി CM ആവണ്ടടോ, നിന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇനി CM ആവണ്ട, നീ വീട്ടിലിരിക്കുക. ഇരുത്തി ജനം. ഇപ്പോഴെന്താ കാഴ്ച? ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെ ഓഫീസുകളിലും നിയമസഭയിലും നിരന്തരമായിട്ട് പൊതുജനങ്ങളുണ്ട്. അവര് ഈ വരുന്ന ആളുകളൊക്കെ വലിയ പരാതി ഉന്നയിക്കാൻ വരുന്നവരൊന്നുമല്ല. അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പരാതിയൊക്കെ ആയിട്ട് എത്തുന്നത്. മിക്ക ആളുകളും അവർക്ക് മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം, മന്ത്രിമാരെ ഒന്ന് കാണണം, സെക്രട്ടേറിയറ്റ് ഒന്ന് കാണണം, നിയമസഭ ഒന്ന് കാണണം, ഇവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണം, അത് റീലാക്കണം. ജനങ്ങളുടെ ആവശ്യം അതാണ്. കാരണം കേരളം എന്ന് പറയുന്നത് പിണറായി വിജയന് അവിടെയാണ് തെറ്റിയത്. ഈ ജനതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എല്ലാവരുടെയും തന്തയാവാൻ ശ്രമിച്ചു. ജനങ്ങൾക്ക് അതാണ് പറ്റാതിരുന്നത്. ഈ തന്തയാവുക എന്ന് പറയുന്നത് അത് ജനം അംഗീകരിച്ചു കൊടുക്കൂല. കാരണം എന്തറിയോ? ഇവർക്കൊക്കെ നല്ല 1-ാം തരം തന്തയുണ്ടെന്നേ. ഇവരെയൊക്കെ ജനിപ്പിച്ച നല്ല തന്തമാരുണ്ട്. ആ നല്ല തന്തമാരെ മാറ്റി നിർത്തിയിട്ട് അവരുണ്ടാക്കി കൊടുത്തതിനെ തള്ളി പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായതാണ്? പിണറായി വിജയൻ ഉണ്ടാക്കി തന്നതാണോ? അല്ലല്ലോ, ഇവിടുത്തെ ഓരോ മനുഷ്യരും ഉണ്ടാക്കിയതല്ലേ. എന്നിട്ട് പിണറായി വിജയൻ ഞാൻ നിങ്ങളുടെയൊക്കെ തന്തയാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതത്ര പിടിച്ചില്ല ഈ ജനത്തിന് വേണ്ടത് പൊതുവായ കാര്യങ്ങളിൽ ഒരു ഭരണം വേണം എന്നതിനപ്പുറം ജനത്തിന് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയും വേണ്ട. അവർക്ക് അവരുടെ കാര്യങ്ങൾ, ചില സങ്കടങ്ങൾ ഉണ്ടാവും, അത് തുറന്നു പറയാനും അത് കേൾക്കാനും ഒരാൾ വേണം. പിന്നെ ഈ പറയുന്ന രീതിയിൽ തന്തയാവാൻ ശ്രമിച്ചു, ജനങ്ങളെ മാറ്റി നിർത്തി, സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് അടച്ചുപൂട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിങ്ങൾ ആരെങ്കിലും ഒരു വീഡിയോയെങ്കിലും ഒരു ദൃശ്യം നേരിട്ട് വേണ്ടടോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ജനം കൂടെ നിന്നപ്പോൾ ജനത്തെ കൂടെ നിർത്തുക വളരെ കൃത്യമാണല്ലോ. അപ്പൊ അവിടെ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ അല്ല വേണ്ടത്, അല്ലേ? പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സഭയിൽ അങ്ങനെ കത്തുമ്പോൾ
അന്ന് പിണറായി വിജയൻ ഈ നജീബ് കാന്തപുരത്തെ അധിക്ഷേപിച്ചതാ. ആ മനുഷ്യന് ഫിസിക്കലി കുറച്ച് ഒരു കുറിയ മനുഷ്യനാ. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ അധിക്ഷേപിച്ചു. ആ മനുഷ്യനെ കളിയാക്കി പിണറായി വിജയൻ നിയമസഭക്കകത്ത് വെച്ച്. ആരാ കളിയാക്കുന്നത്? ഇതിങ്ങനെ വളഞ്ഞു പോയിരിക്കുന്ന പിണറായി വിജയൻ നജീബ് കാന്തപുരത്തെ കളിയാക്കുക. ആ മനുഷ്യൻ ഇന്നിങ്ങനെ എഴുന്നേറ്റ് നിന്ന് വളരെ മാന്യമായിട്ട് സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് വിജയനത ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കീറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ? അത് ചില സന്ദർഭങ്ങളിൽ ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണിത്. ആ മനുഷ്യനെ കളിയാക്കി അപഹസിച്ച് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? 2021 കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിൽ ഇരുന്ന വ്യക്തിയാണ് നജീബ് കാന്തപുരം. എന്നാൽ 2026 പെരിന്തൽമണ്ണക്കാർ ആ മനുഷ്യന് ബുർജ് ഖലീഫയോളം പൊക്കമുള്ള ഭൂരിപക്ഷം നൽകി. ആ മനുഷ്യൻ ആ വാക്ക് ഉപയോഗിക്കാൻ പല കാരണങ്ങളുണ്ട്. പിണറായി വിജയന്റെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മുകളിൽ നൽകിയ പ്രഹരമാണ് ആ വാക്കെന്ന് പറയുന്നത്. കാരണം ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു നിർമ്മിതിയാണ് അല്ലേ? അപ്പോൾ അതേ ഏറ്റവും ഉന്നതിയിൽ ഉയർന്ന ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിച്ചു. തൻ്റെ പൊക്കം പെരിന്തൽമണ്ണക്കാർക്കൊരു പ്രശ്നമല്ല, പ്രവൃത്തിയാണ്, ഫിസിക്കൽ അപ്പിയറൻസ് അല്ല പ്രശ്നമെന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുക. അതാ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ ഈ മൂലക്കുരുവിൻ്റെ അസ്കിതയുള്ള ആളുകളെ പോലെയാ ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നത്. ഇരിക്കാനും പറ്റൂല, എഴുന്നേറ്റ് നിൽക്കാനും പറ്റൂല, ഓടാനും പറ്റൂല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ജനങ്ങളെ മറന്നു, ധാർഷ്ട്യമായിരുന്നു, കടക്ക് പുറത്ത് മാറി നിൽക്കങ്ങോട്ട്, അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട, വീട്ടിൽ പോയി ചോദിക്ക്. ഈ ജനമാണ് പിണറായി വിജയനെ കസേരയിൽ ഇരുത്തിയത് എന്ന് പിണറായി വിജയൻ മറന്നുപോയി. ആ മറവിക്കുള്ള മരുന്ന് ജനം തിരിച്ചു നൽകി. മറവിക്ക് മറുമരുന്ന് നൽകി ജനം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാത്തിനോടും പുച്ഛമായിരുന്നു. എല്ലാത്തിനോടും പുച്ഛം. ജനങ്ങളോട് പുച്ഛം, മാധ്യമങ്ങളോട് പുച്ഛം, MLA മാരോട് പുച്ഛം, രാഷ്ട്രീയപരമായി എതിർചേരിയിൽ നിൽക്കുന്നവരോട് പുച്ഛം, പ്രതിഷേധക്കാരോട് പുച്ഛം, കാണുന്നവരോടൊക്കെ പുച്ഛം. ആകെ ഇഷ്ടമുണ്ടായിരുന്നത് മകളെയാ. ആ ഇഷ്ടത്തിൻ്റെ പേരിൽ മകളിപ്പോ ആകെ ഇഷ്ടമുണ്ടായിരുന്നത് മകളെയാ. ആ ഇഷ്ടത്തിൻ്റെ പേരിൽ മകളിപ്പോ ജയിലിൽ പോകാൻ നിൽക്കുകയാണ്. മകളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മകൾക്ക് കുറച്ച് ബാങ്ക് ബാലൻസ് കുറവായിരുന്നു, അതൊന്ന് കൂട്ടിക്കൊടുക്കണം. ഇപ്പം ജയിലിലേക്കുള്ള വഴി തുറന്നു വെച്ചിട്ടുണ്ട് മകൾക്ക് എന്നുള്ളതാ. അവിഹിതമായിട്ട് മകൾക്ക് സ്വത്തുണ്ടാക്കി കൊടുത്തതാ പിണറായി വിജയൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നജീബ് കാന്തപുരം, PK ഫിറോസ്, VP സജീന്ദ്രൻ, CR മഹേഷ്, പിന്നെ M വിൻസെന്റ് എന്ന് വേണ്ട നിയമസഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്ന UDF-ൻ്റെ അംഗങ്ങളൊക്കെ ഇയാളത് അങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കീറുകയാണ്, വലിച്ച് കീറിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെ ഇതൊക്കെ അങ്ങനെ ഓരോ കാഴ്ചകളും കാണുമ്പോൾ ഷാജി പറഞ്ഞത് ചെവിയിലേക്ക് ഇങ്ങനെ വരും. ഒരു അശരീരി പോലെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. റഷീദേ, നീ എന്താ കാണിക്കുന്നത്? പിണറായി വിജയനെ നമുക്ക് നിയമസഭയിൽ കിട്ടണം എന്ന് ഷാജി പറഞ്ഞ കാര്യം ഷാജി ഇപ്പോഴും സംസാരിച്ചിട്ടില്ല കേട്ടോ. ഷാജിയുടെ സംസാരം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കത്തിക്കയറി അഗ്രസീവ് ആകുന്ന ആളെ ഏറ്റവും ലാസ്റ്റിലാണ് ഏത് പൊതുയോഗങ്ങളിലും വെക്കുക. ഏറ്റവും അവസാനം പ്രഗത്ഭരായിട്ടുള്ള വലിയ മെയിൻ നേതാക്കന്മാരൊക്കെ, പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ആദ്യം തന്നെ വരും, ആദ്യം സംസാരിക്കും. ഏറ്റവും അവസാനം അണികളെ പിടിച്ചിരുത്താൻ വേണ്ടി ഒരു തീപ്പൊരി ഐറ്റം ഏറ്റവും അവസാനം ഉണ്ടാകും. അതുപോലെ ഷാജിക്ക് ഊഴം ഏറ്റവും അവസാനത്തേക്കാണ്. ഷാജി വരാനുണ്ട്. പിണറായി വിജയൻ്റെ അവസ്ഥ കണ്ടറിയണം എന്നുള്ളത് തന്നെയാണ്.